വലത്തെ കയ്യിൽ തോക്ക് പിടിച്ച് ഇടത്തെ കയ്യിൽ സമാധാനത്തിന്റെ പ്രതീകവും പിടിച്ച് ജന്മനാടിന് വേണ്ടി പോരാടുമെന്ന് പറഞ്ഞ് തകർന്നു പോയ സാക്ഷാൽ യാസർ അറഫാത്ത് ലോകം കണ്ട നേതാവാണെങ്കിൽ ആ നേതാവിന്റെ ഭാര്യ പിന്നീട് പറഞ്ഞത് എന്താണെന്നറിയോ? യാസർ അറഫാത്തിന്റെ കൂടെ താമസിക്കുമ്പോ 100 പ്രാവശ്യം വിവാഹമെന്ന് ഏർപ്പെടുത്തിയിട്ട് ഇറങ്ങിപ്പോകാൻ എനിക്ക് തോന്നി. കാരണം തിരക്കുകളുടെ ഇടയിൽ ആ മനുഷ്യനെ ഇതേവരെ ഒരു ഭർത്താവായിട്ട് എന്റെ ചാരത്ത് കിട്ടിയിട്ടില്ല. ആരാ പറയുന്നത്? കേരള സംസ്ഥാനത്തിന്റെ പാലക്കാട് ജില്ലയുടെ വലിപ്പം പോലും ഇല്ലാത്ത ഫലസ്തീൻ എന്ന കൊച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പോരാളിയാകുമ്പോ എന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് 100 പ്രാവശ്യം ഇറങ്ങി പോകണമെന്ന് എനിക്ക് തോന്നി. കാരണം യാസർ അറഫാത്ത് എന്ന ഭർത്താവിന് 1 മിനിറ്റ് പോലും സ്വതന്ത്രമായി എന്റെ ചാരത്തിനേക്ക് കിട്ടിയിട്ടില്ല. ടെലിഫോൺ ചോർത്തുമെന്ന് ഭയമുള്ളത് കൊണ്ട് ടെലിഫോണിൽ സംസാരിക്കാൻ പറ്റിയില്ല. എന്റെ ജീവിതത്തിന് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്